Hello guys, today is Akshay's birthday. Thank you. Birthday outfit ആണോ? guys. അക്ഷയ് കല്യാണം കഴിക്കാൻ പോവാണ് guys. Akshay is getting married. Yeah. എപ്പോ കല്യാണം എപ്പോ കാണാം? ഉടനെ എപ്പോഴാ? മുനീറെ കണിച്ചുമ്മ. ആരെയാ കല്യാണം കഴിക്കുന്നത് അക്ഷയ? ഇല്ല പറയൂല. അക്ഷയുടെ വീട്ടിൽ വന്നപ്പോ നമ്മള് അക്ഷയ് നമുക്ക് തന്നതാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ക്രീംബൻ. എന്നിട്ട് ഞാൻ കഴിക്കാൻ കൊളക്കട്ടുണ്ട്. ഇവിടെ പട്ടിക്കാരുടെ നമ്മുടെ വീട്ടിൽ കഴിക്കാനുള്ള ഫുഡ് നമ്മള് മേടിച്ച് പപ്പടം പൊരിക്കാനുള്ള എണ്ണയും മേടിച്ചോണ്ട് വന്നു. ഞാൻ നമ്മൾ പൊരിച്ച് തിന്നണം. അതും നമ്മള് തന്നെ ചെയ്യണം. പ്രായമായി നമ്മുടെ ഒരു കൂട്ടുകാരിയും കൂടെ കഴിക്കും. ഞാൻ ഇങ്ങനെ പറയാം, അശ്ന ഇല്ലാത്ത കുറവ് അവളെ എനിക്ക് അശ്നത് കേക്കണ്ട. അശ്നായും ലക്കും കൂടി വന്നിട്ടുള്ള സാധ്യത ഇല്ല. നമ്മള് 4 പേര് അശ്ന ഇല്ലെങ്കിൽ ലക്ക് വരും, ലക്കില്ലെങ്കിൽ അശ്ന ഉണ്ടാവും. നമ്മളൊരു ദിവസം നമ്മൾ 5 പേരും കൂടെ കൂടുന്നതായിരിക്കും. നമ്മള് സ്റ്റേക്കേഷന് പോണം ഗൈസ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ പ്ലാൻ ചെയ്തു. വലിയ പൈസ കൊളാബറേഷൻ ഒന്നും കിട്ടൂലേ? നിനക്ക് കൊറേ വീട് കിട്ടൂടി ചതിച്ചു. ഇതൊക്കെ കിട്ടിയ കൊളാബറേഷൻ ഒക്കെ ഇവിടെ വേറെ ഫ്രണ്ട്സ് പോയി പഞ്ചക്കാണ് ഗൈസ്. പഞ്ചക്ക് ഞാനിവിടെ ഇല്ലാത്തോണ്ട് എനിക്കത് പ്രശ്നം. അറിയിച്ച പോലെ ഞാനില്ലാതെ ഇവള് അവളുമാരുമായിട്ട് നിന്നെ ഞാൻ വിളിച്ചോ? ഓർമ്മയില്ല. വിളിച്ചില്ലേ ഞാൻ? എന്തിനു ചാടാണെന്ന് അറിയൂടെ? ഞാൻ പറഞ്ഞു നീ പോയിരുന്നെങ്കിൽ നിന്നെ ഞാൻ ആരും ഞാൻ അവസാനം നിധി ഇല്ലാത്തോണ്ടാണ് ഞാൻ പോവാതിരുന്നത്. നിധിയും അശ്നയും ഇല്ലാതെ ഞാൻ ആരോടെ പോലെ ഗൈസ്. ചുമ്മാ അരിസാറുമായിട്ട് പ്രേമത്തിലേക്ക് മുഴുകി കിടക്കുന്ന സമയം അവർക്ക് അപ്പത്തേക്ക് പിന്നെ ചുറ്റുള്ളൊന്നും കാണും, വേറെ ആരെയും വേണ്ടെന്നാണ് പോലും. ഇന്നലെ പോലും ഞാൻ വരട്ടെ എന്ന് വെച്ചപ്പോ ഇവിടെ വരണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ എന്തെന്നാണ്? അവര് ഇൻട്രോവർട്ടാണ് ഗൈസ്. എനിക്ക് വീടൊന്നും വൃത്തിയാക്കാൻ വയ്യ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ വരട്ടെന്ന്. ഇവരെല്ലാവരും ആളും തരം അനുസരിച്ചിട്ട് അവരാ ലാംഗ്വേജ് മാറ്റുന്നുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനും ഇങ്ങനെ മാറ്റും. പക്ഷേ ഇപ്പൊ അവളുടെ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. അവളെ അച്ഛന്റെ ഭാഷയിൽ നമ്പൂതിരികളെ സംസാരിക്കുന്ന പോലെ സംസാരിക്കും. 26 വയസ്സാകും ബർത്ത്ഡേ ആയിട്ട് എന്താണ് പറയാൻ തോന്നുന്നത്? ഗൈസ് മിന്റെ ഞാൻ പറയട്ടെ ഗൈസ്, 26 വർഷങ്ങളിൽ ഞാൻ കുറെ പാഠങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നല്ല പാഠം, ചീത്ത പാഠം, ആവറേജ് പാഠം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നീ പറ, നീ ഇൻട്രൊഡക്ഷൻ പറ. ഓക്കെ, ആദ്യ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. ഈ 26 വർഷത്തിൽ നീ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്? ഞാൻ നെടുകണ്ട സ്കൂളിൽ പഠിച്ചത് തന്നെ ഗൈസ് തന്നെയാണ്. ചുമ്മാ ഗൈസ് ഞാൻ വെറുതെ പറഞ്ഞു, എനിക്ക് പെട്ടെന്നാണ് ഓർമ്മ. അത് ഞാൻ എപ്പോഴും ഒരു കുറ്റബോധത്തിൽ നെടുങ്ങണ്ട സ്കൂളില്ലെങ്കിൽ നമ്മൾ ആരും ഇല്ല. അല്ല, പക്ഷെ അതിനൊക്കെ അത്ര മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഒരു മോശമില്ല, ഇരുന്ന് ഫുൾ ടൈം പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവളെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞു. ക്ലാസ്സിൽ തോറ്റാരോടും പറയണം, ഇലക്ഷനും അങ്ങനത്തെ കുറെ ട്രോമാറ്റിക്കൽ ഇൻസിഡൻസ്. ഞാൻ ക്ലാസ് ലീഡർ ആവാനായിട്ട് നിന്നിട്ട് തോറ്റുപോയി. പിന്നെ ആദ്യമായിട്ട് പറയട്ടെ, ആദ്യമായിട്ട് ക്ലാസ് കിട്ടിയത് ഞാൻ പോയി എന്റെ വീട്ടിൽ നിന്നൊക്കെ എന്റെ അമ്മേനൊക്കെ വിളിച്ചൊരു വഴക്കൊക്കെ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടമല്ല സ്കൂളിൽ, എനിക്കിഷ്ടമല്ല സ്കൂള്. ഇവള് വേറൊരു സംഭവം ഞാൻ പറഞ്ഞു അക്ഷയുടെ. അത് കട്ട് ചെയ്ത് ഒന്നും പഠിച്ചില്ല അങ്ങനെയൊന്നുമില്ല. ഇത് കോൺവെന്റ് ആണ്. അതല്ല ഇവള് പഠിക്കും. ഇവള് എക്സാം ആവാറാകുമ്പോ ഇൻസ്റ്റഗ്രാം ഒക്കെ ഫുൾ അൺഇൻസ്റ്റാൾ ചെയ്യും. ഫേസ്ബുക്ക് ഒന്നുമില്ല, വാട്സപ്പിൽ പോലും അവള് ഓൺലൈൻ ഉണ്ടാവത്തില്ല. എന്നിട്ട് മാർക്ക് വരും. മാർക്ക് കുറവായിരിക്കും. ഇവള് ഇതിന്റെ എക്സാമിന്റെ അന്ന് പഠിക്കാൻ അതായത് നമ്മള് എക്സാമിന് ഹാളിൽ കയറുന്നതിന് കുറച്ച് മുന്നായിട്ട് അവിടെ നിൽക്കുമല്ലോ, അപ്പൊ വരെ ഇവള് നമ്മുടെ അടുത്തൊന്നും മിണ്ടത്തില്ല. ഇവള് ക്ലാസ്സിലെ പഠിപ്പികളോടെ മാത്രം മിണ്ടാ. അങ്ങനത്തെ അത് കിട്ടും. അപ്പൊ ഇവള് എന്നിട്ട് ബുക്കും കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ കാണിച്ചു നിങ്ങളോട് ചോദിച്ചോ പട്ടി ഷോ. എന്നിട്ട് മാർക്ക് വന്നപ്പോ ഇവക്ക് കുറവ്. ലക്കിന് അറിഞ്ഞൂടായിരുന്നു.
ഗൈസ് ഞാൻ ഒരു സത്യം പറയാം, എനിക്ക് ബയോളജി സയൻസ് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ജയിച്ചു. മാർക്കൊക്കെ ഉണ്ട് കൊച്ചിന്. അങ്ങനെ ജയിച്ചതാണ്. കമ്പാരിറ്റീവ്ലി ഷോ കണ്ടാ തോന്നി ഇവക്കൊരു Guys, ഞാൻ പറയാം എനിക്ക് പഠിക്കാൻ 1100 കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ എത്ര കിട്ടി? 900. അത് ഞാൻ ട്യൂഷനൊന്നും പോവാത്തതാണ്. എനിക്കുണ്ടായിരുന്നടി 800 എനിക്ക് ബുക്കില്ല. ഞാൻ ഇവരോട് എന്റെ മുന്നേ ഇവളുണ്ട് 10-30 കേട്. പക്ഷെ ഡിഗ്രിക്ക് ക്ലാസ് ടോപ്പ്. ചുമ്മാ പക്ഷെ നമ്മുടെ റാങ്ക് ഹോൾഡർ ആണ് വന്നോണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി റാങ്ക് അവള് നമ്മളടുത്തുനിന്ന് പോയി രക്ഷപ്പെട്ടത്. അവള് മാത്രമേ ഉള്ളൂ. അല്ലല്ല അവള് പഠിച്ച് അവള് CHMM പോയി. CHMM നമ്മള് +1 പ്ലാൻ ചെയ്തു CHMM പോവാൻ. പക്ഷെ അവള് ചില കാരണങ്ങൾ കൊണ്ട് ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അവള് AJ കോളേജിൽ പോയി. പക്ഷെ അവള് ഇരുന്ന് പഠിച്ച് അവർക്ക് യൂണിവേഴ്സിറ്റിയില് ഈ UGയും PGക്കും ഒക്കെ റാങ്ക് ഉണ്ടായിരുന്നു. അവർക്ക് പ്രധാനമന്ത്രിയുടെ 1.5 ലക്ഷം രൂപ ഞാനവളോട് ഭയങ്കര കമ്പനിയാണ്. സത്യം നല്ല കമ്പനിയാണ്. പക്ഷെ നിങ്ങളവിടെ കൊണ്ടുവന്നില്ല. അറിയാഞ്ഞതാ. നമ്മുടെ ഐശ്വര്യ നമ്മുടെ കൂടെ വരുന്നില്ലേ? ഐശ്വര്യ വേറെ ക്ലാസ് ആയിപ്പോയി. BC ആയി. മിസ്റ്റേക്ക് എന്തായിരുന്നു നീ ചെയ്ത മിസ്റ്റേക്ക്? പ്രൊമോഷൻ മിസ്റ്റേക്ക് ആലോചിച്ച് കഴിച്ചു. ഞാൻ അങ്ങനെ വലിയ മിസ്റ്റേക്ക് ഒന്നും ചെയ്യാറില്ല. എനിക്ക് ഓർമ്മയില്ല. ഒന്നോ നല്ല കാര്യം പറയാനായിരിക്കും എളുപ്പം മിസ്റ്റേക്ക് പറയുന്നതിനെക്കാട്ടി. നീ ഒരു മിസ്റ്റേക്കും ചെയ്തിട്ടില്ല. ആരെങ്കിലും പ്രേമിച്ചത് മിസ്റ്റേക്ക് ആയി തോന്നുന്നുണ്ടോ? I don't regret any decisions I have taken in my life, guys. No regrets. ഓക്കെ, അപ്പൊ ഒരു മിസ്റ്റേക്കും ഇല്ല. എടുത്ത കോഴ്സ് മിസ്റ്റേക്കിന് ഞാൻ കണ്ടായിരുന്നു. Behave yourself. ഓക്കെ മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് അക്ഷരം. ഓക്കെ, നീ നിന്റെ ജീവിതത്തിൽ പഠിച്ച പാഠം ഒരു പാഠം പഠിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെയൊന്നും പറയാറുണ്ട് ഗൈസ്, ബിക്കോസ് ദിസ് ഈസ് ലൈഫ്. ഷീ ഈസ് വെരി ഈസി ലിവിങ് ക്യാരക്ടർ. അങ്ങനെയുള്ള ഗൈസ് നമുക്ക് പലർക്കും പല ഇത് കാണും ഗൈസ്. പക്ഷെ ഇല്ല, ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നീ എന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ നാസറെ പറ്റി 2 വാക്ക് പറയാം ഗൈസ്. അക്ഷയ് ഈ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെ കാണുന്നു? പറഞ്ഞോടാ, നിനക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ വിളി വന്നിക്കാം. ഒരു മിനിറ്റ്, ലെക്കിനെ വിളിക്കാൻ പോവാണ്. നമ്മൾ ലെക്ക് വന്നത് കാണിച്ചു തരാം. അത് തന്നെ കേറി ഇങ്ങ് പോലെ കിട്ടി. കൊച്ചിങ് വന്നു കേട്ടോ. ഇപ്പൊ വരും. വീഡിയോ എടുക്കണമെന്ന് പറയണ്ട. തനി ചന്ത കൊറേ ആയില്ലേ അന്ന് കഴിഞ്ഞ വർഷം ഉണ്ട് മരിപ്പിനോ. എന്റെ കൊച്ചു ഞാൻ വന്നതിന്റെ പിറ്റേന്ന് വന്നെ കാണാൻ. ഓ കൊച്ചു ട്രോമയാണ്. എന്തിനു പേടിക്കുന്ന? Lucky വന്നു guys. This is our lucky Lexi. ശർക്കരയാണ് guys, ശർക്കര. നല്ല മോന്തൊക്കെ നല്ല തുടുത്തിരിപ്പാണല്ലോ. പോണ് guys. എന്റെ റൂംമേറ്റ്സ് ഒക്കെ നാസർ സെലിബ്രിറ്റി ഒറ്റ മോള ബാക്കിയുള്ളതൊക്കെ എടിയാ ലെക്കൂടെ വന്നിട്ട് എടുത്താ പോരടി ആക്രാന്തം പിടിച്ചോളെ. കൂടെ വന്നിട്ട് വീഡിയോ ഇത്ര യമണ്ടമായി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ
to you. Happy birthday. പട്ടി കളർ പിടിക്കില്ല